പക്ഷെ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? ആ നന്നായിരുന്നു. ഇതുപോലെ നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ച അത്ര നന്നായിട്ടില്ല. അതെ, ഇവിടെ വിചാരിക്കാൻ വേറെ ആളുണ്ട്. അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിയിടും. ഓഹോ, കടം വീട്ടിപ്പോ അഹങ്കാരത്തിൽ കൂടിയില്ലേ? ഇരുന്നിടത്തുനിന്ന് ഒരു അനക്കമില്ല. ഞാനിപ്പോ പ്രസിഡന്റ് മാത്രമല്ല, സിനിമാ നടൻ കൂടിയാണ്. ഒരു ഫോട്ടോ എടുത്തേ. ഇങ്ങനെ. ഹലോ, ഷോട്ട് റെഡി. ഫോട്ടോ എടുക്കട്ടെ. ഷോട്ട് റെഡി ആണല്ലോ. വരാന്ന് പറഞ്ഞില്ലേ? കുറച്ചു നേരം ഇന്ന ക്യാമറ കാക്കൊന്നും കൊണ്ടുപോയില്ല. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ പോലീസുകാർക്ക് എന്താണ്? ഡയലോഗിന് ശേഷം ചേട്ടൻ ഡയലോഗ് പറയണം. അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോൾ ഞാൻ പറയണ്ട, ഇയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി ആട്ടോ, ക്യാമറ റെഡി അല്ലേ? എന്നാ റെഡി. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താവും? ചേട്ടൻ ഡയലോഗ് പറയൂ. ആദ്യം ഇയാൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട, ആദ്യം ഇയാൾ പറയാം, പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? എന്നാ ശരി, പിടിച്ചോ. നോക്കിയേ. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചവാദ്യം. പഞ്ചവാദ്യല്ല, പഞ്ചായത്ത്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. ഞാൻ റെഡിയാണ്. ഇതെന്നില്ല നേരത്തെ എന്റെ ദൈവമേ. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അരിച്ചു പെറുക്കിന്ന് മര്യാദയ്ക്ക് പന്താടൊപ്പിക്കുന്നു. ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി. അരിച്ചു പെറുക്കല്ലേ വേണ്ടു. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി കൃഷ്ണൻകുട്ടി എന്റെ വീട് കൃഷ്ണൻകുട്ടിയല്ല, രാമനായർ. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടോടിക്ക് പോയി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. രാമനായർ. ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഡയറക്ടർ ഒന്ന് പിടിച്ചേ. ഞാൻ റെഡി. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. വെള്ളം തന്നെ. ഈ തെണ്ടികളോടൊന്ന് ചിരിക്കുന്നെന്ന് പറ, അതാണ് എന്റെ പ്രശ്നം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. എനിക്ക് മനസ്സിലായി. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്ത് അരി മുഴുവൻ പെറുക്കിയെടുക്കാൻ ആര് പറഞ്ഞു?